അപ്പോൾ പാർട്ട് 1 എല്ലാവരും കണ്ടു കാണുമല്ലോ. അങ്ങനെ അവിടെ നിന്ന് ഓടി അവൻ ഇവള് ഡ്രസ്സ് മാറുന്നിടത്ത് വന്ന് കയറും. ഇതേ സമയം ഇവളുടെ ബോയ് ഫ്രണ്ടാണെങ്കിൽ വെളി വെയിറ്റ് വരുന്നു. കുറേ നേരം വീട്ടിൽ കൂടെ ഇറങ്ങാതിരിക്കുമ്പോഴത്തേക്കും അവൻ അകത്ത് കയറി നോക്കും. അപ്പോഴത്തേക്കിനും അവിടെ ആരും കാണത്തില്ല. അവനോട് തന്നെ വെളിയിൽ ഇറങ്ങിയിട്ട് കടയിലെ ഓണറുമായിട്ട് വഴക്കുണ്ടാക്കും. പക്ഷേ പുള്ളിക്കാരത്ത് വരെയും കട ക്ലോസ് ചെയ്യാൻ പോകും, ഇപ്പോൾ തന്നെ ഇറങ്ങണമെന്ന് പറയും. അവൻ പറയും നാളെ രാവിലെ തന്നെ അവൻ ഇവിടെ വന്ന് അന്വേഷിക്കുമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു പോകും. അത് കഴിഞ്ഞാണ് കാണിക്കുന്നത് അവർ രണ്ടും ഒരു ഡ്രസ്സിൻ്റെ അകത്ത് കയറി ഒളിച്ചേക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിയുമ്പോഴത്തേക്കിനും അവൻ്റെ വൈഫ് അവനെ വിളിച്ച് കളിയാക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവൾക്ക് പിടികിട്ടുന്നത് അവൻ്റെ വൈഫ് ഇവനെ ഒരു തോൽവിയായിട്ടാണ് കാണുന്നത്. അങ്ങനെ തന്നെ ഇവൾ അവൻ്റെ വൈഫിനെ മുമ്പ് വെച്ച് തന്നെ ഇവനെ കിസ്സടിയും. അങ്ങനെ അതിന് ശേഷം അവർ രണ്ടും ഒരുമിച്ച് കുറേ നേരം അവിടെ കിടക്കും. പിറ്റേ ദിവസം ആകുമ്പോഴാണ് അവൾ നോക്കുമ്പോഴത്തേക്കിനും അവനെ അടുത്ത് കാണത്തില്ല. നോക്കുമ്പോൾ അവനോട് ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ട്, അവൻ്റെ ഭാര്യയുടെ അടുത്തോട്ട് പോകാമെന്ന്. അങ്ങനെ അവൾ വിഷമിച്ചിരിക്കുമ്പോഴാണ് അവളുടെ ബോയ് ഫ്രണ്ട് കയറി വരുന്നതും. അപ്പോഴാണ് ബോയ് ഫ്രണ്ട് അവളുടെ കൈ റിങ് കിടക്കുന്നത് കാണുന്നത്. അതിനെപ്പറ്റി ചോദിക്കുമ്പോഴത്തേക്കിനും മറ്റവൻ തിരിച്ചു വരും. എന്നിട്ട് പറയും അവനിട്ട റിങ്ങാണ്, അവൻ തിരിച്ചു പോയതെന്ന് പറഞ്ഞാൽ അവൻ്റെ വൈഫിനോട് ഡിവോഴ്സിനെ പറ്റി സംസാരിക്കാനാണ് പോയെന്ന്. അങ്ങനെ ഇത് കണ്ട് ബോയ് ഫ്രണ്ട് ദേഷ്യം വരുമ്പോഴാണ് പെട്ടെന്ന് കടക്കാരിയെ ബോയ് ഫ്രണ്ടിനെ അടിച്ചിട്ട് വെളിയിലാക്കുന്നത്. അങ്ങനെ മറ്റവർ തമ്മിൽ സുഖമായിട്ട് ജീവിക്കും.